അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലോ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്പോൾ ബാക്കി കണ്ടീഷൻസിലൊന്നും വാലിഡ് അല്ലേ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഡൈല്യൂട്ട് സൊല്യൂഷൻസ്, ഇക്വിലിബ്രിയം, ഇതിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ലോ വാലിഡ് ആവുള്ളൂ. പക്ഷേ സൊല്യൂട്ട് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും, കുറച്ചൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലോ ഇൻ കേസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ, ഓക്സാലിക് ആസിഡ് ബിറ്റ്വീൻ ഈതർ ആൻഡ് വാട്ടർ. അപ്പോൾ ഓക്സാലിക് ആസിഡ് ഈതറിലും വാട്ടറിലും എന്ത് സംഭവിക്കും? ഓക്സാലിക് ആസിഡിന് ഈതറിൽ വ്യത്യാസമൊന്നും വരില്ല, പക്ഷെ വാട്ടറിൽ അതെന്ത് സംഭവിക്കും? ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത് CH3CO ഓക്സാലിക് ആസിഡ് എന്ന് വെച്ചാൽ എഴുതിയ തെറ്റിപ്പോയി. COOH ഇതാണ് ഓക്സാലിക് ആസിഡ്. ഈ ഓക്സാലിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം ഇത് CO ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഓക്സാലിക് ആസിഡ് അയണൈസ് ചെയ്യും, +2H+. ഇപ്പം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പം എക്സ് എന്ന് പറയുന്ന ഓക്സാലിക് ആസിഡ് എയും ബിയും CO- ഓക്സലേറ്റ് അയോണും H+ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൽ ലിക്വിഡ് 1 എന്ന് കാണിച്ചിരിക്കുന്നത് ഈതറാണ്, ലിക്വിഡ് 2 എന്ന് പറയുന്നത് വാട്ടറാണ്. ലിക്വിഡ് 1ൽ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷെ ലിക്വിഡ് 2ൽ മാത്രം ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് 1ൽ അതിൻ്റെ കോൺസെൻട്രേഷൻ C1 തന്നെയാണ്. ലിക്വിഡ് 2ൽ എന്ത് സംഭവിക്കും? ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു എക്സ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത് ആൽഫ എ മോളിക്യൂളും ബീറ്റ എ മോളിക്യൂളും ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എ മോളിക്യൂൾസും ആൽഫ തന്നെ ബി മോളിക്യൂൾസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 - x ആയിരിക്കും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അപ്പോൾ ഒന്നുണ്ടെങ്കിൽ 1 - x ആണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അപ്പം നമ്മൾ C2 ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എങ്കിൽ, C2 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എങ്കിൽ അതിൻ്റെ 1 ആണെങ്കിൽ 1 - ആൽഫ ആയിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ C2 ആണെങ്കിൽ C2 × 1 - ആൽഫ എന്നായിരിക്കും ലിക്വിഡ് 2ൽ ഓക്സാലിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ. അങ്ങനെ ആകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലോ ബിക്കംസ് K = C1/C2 × 1 - ആൽഫ. അപ്പോൾ ഇഫ് ദ സൊല്യൂട്ട് dissociates in one of the immiscible solvents, then the distribution coefficient K = C1/C2 × 1 - alpha, where alpha is called the dissociation constant അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ഇത് ഡിസോസിയേഷൻ്റെ കേസിൽ. ഇനി അസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഓക്കെ, ഇനി അസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ, ബെൻസോയിക് ആസിഡ് ബിറ്റ്വീൻ ബെൻസീൻ ആൻഡ് വാട്ടർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ബെൻസോയിക് ആസിഡ് വാട്ടറിൽ ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അതായത് അസോസിയേറ്റ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബെൻസീനിൽ ബെൻസോയിക് ആസിഡിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ ലിക്വിഡ് 2, വാട്ടറാണ് ലിക്വിഡ് 2ൽ എന്ത് സംഭവിക്കുന്നു എന്ന് എഴുതുന്നത്? N molecules of benzoic acid will undergo association to give Xn. അപ്പം ശരിക്കും 2 molecules of benzoic acid will undergo association to give X2 എന്നാണ് എഴുതേണ്ടത്. പക്ഷേ നമ്മൾ ഇനി ബെൻസോയിക് ആസിഡ് അല്ലാതെ വേറൊരു ട്രൈമറാണ് ഫോം ചെയ്യുന്നതെങ്കിലോ കൊണ്ടാണ് നമ്മളതിനെ NX എന്ന് പറയും. അപ്പം ഇതൊരു ഇക്വിലിബ്രിയത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? Kc. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് നമ്മൾ എപ്പോഴും Kc എന്നാണ് കാണിക്കുന്നത്. അപ്പം Kc എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. നമുക്കിവിടെ റേസ് ടു n ഉണ്ട്, കാര്യം n മോൾസ് ഓഫ് എക്സ് ഉണ്ട്, അതുകൊണ്ട് x⁻n. അപ്പം ഇതിൽ നിന്ന് വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ്? ആദ്യം നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് x⁻n എത്രയാണെന്ന് നോക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു Xn ഡിവൈഡഡ് ബൈ Kc അല്ലേ? നമുക്കിത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പം തന്നെ നമുക്കത് കിട്ടും. ഫ്രം ദിസ് വാട്ട് ഈസ് എക്സ്? ഇത് x² ആയിരുന്നെങ്കിൽ ഇത് സ്ക്വയർ റൂട്ട് ആവും. അപ്പം ഇത് x⁻n ആയതുകൊണ്ട് ദിസ് ഇസ് nth റൂട്ട് ഓഫ്
കോൺസെൻട്രേഷൻ ഓഫ് എക്സ് എൻ ഡിവൈഡഡ് ബൈ കെ സി. ഓക്കെ, അപ്പൊ ഈ കെ സി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ ഇതിന് ഇങ്ങനെ എഴുതുകയാണ്, 1 കെ സി nth റൂട്ട് ഓഫ് കെ സി ഇൻറ്റു nth റൂട്ട് ഓഫ് എക്സ് എൻ. അപ്പൊ ഇത് കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ nth റൂട്ട് ഓഫ് കെ സി ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു nth റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ് എൻ അല്ലേ? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനല്ലേ നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു nth റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ് എൻ. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? ദാറ്റ് ഇസ് C2. എക്സ് എൻ എന്ന് പറയുന്നതാണ് C2. അപ്പോൾ എക്സ് എൻ പകരം നമുക്കിനി എന്തെഴുതാം? അവിടെ C2 അല്ല, സോറി, എക്സ് എന്ന് പറയുന്നതാണ് C2 അല്ലേ? ഇതാണ് C2, ഇത് C1. ഈ എക്സ് എന്ന് പറയുന്നത് C1 ആണ്. ഈ എക്സ് C1 ഉം NX എന്ന് പറയുന്നത് C2 ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? C2 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നതാണ് C2. കോൺസെൻട്രേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു nth റൂട്ട് ഓഫ് എന്തായിരിക്കും? nth റൂട്ട് ഓഫ് C2. nth റൂട്ട് ഓഫ് C2. ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു nth റൂട്ട് ഓഫ് C2 എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലിക്വിഡ് 1-ൽ എക്സ് C1 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ലിക്വിഡ് 2-ൽ എക്സ് എന്ന് പറയുന്ന സാധനം ഇല്ല, എക്സ് എൻ എന്ന് പറയുന്ന സാധനമേ ഉള്ളൂ. എക്സ് എന്നിന്റെ കോൺസെൻട്രേഷൻ ആണ് ഇനി നമ്മൾ എക്സിന്റെ കോൺസെൻട്രേഷൻ എന്ന് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് എക്സിന്റെ കോൺസെൻട്രേഷൻ ഈസ് nth റൂട്ട് ഓഫ് C2 എന്ന് പറയുന്നത്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ എന്ത് കിട്ടും? C1 ബൈ nth റൂട്ട് ഓഫ് n എന്നല്ല, ഇത് nth റൂട്ട് എന്നാണ്. ഈ റൂട്ട് സിമ്പലിന്റെ ഉള്ളിലാണ് ഇത് എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത്? റൂട്ട് എന്ന് എഴുതുക, എന്നിട്ട് അതിന്റെ ഇവിടെയാണ് n, അല്ലാതെ n ഇൻറ്റു റൂട്ട് ഓഫ് C2 എന്നല്ല, nth റൂട്ട് ഓഫ് C2. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ലോ ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്. അപ്പൊ നമ്മൾ ഡിസോസിയേഷനും കണ്ടു, അസോസിയേഷനും കണ്ടു. ഡിസോസിയേഷന്റെ കേസിൽ എന്ത് സംഭവിക്കും? ഡിസോസിയേഷന്റെ കേസിൽ K is equal to C1 by C2 into 1 minus alpha എന്നാകും. അസോസിയേഷൻ ആകുമ്പോൾ K is equal to C1 by nth root of C2 എന്നും ആകും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ലോ ഇൻ കേസ് ഓഫ് അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ.